ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കേരള PSCയുടെ പുതിയ പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസായത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ KW അല്ലെ, കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 എക്സാമിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 079/2026 ആണ്. അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 ആണ്. അപ്പോൾ മറക്കണ്ട, ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം, ഈ പറയുന്ന കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 എക്സാം നമുക്കൊരു 5-6 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ PSCയുടെ പുതിയ ഒരു രീതിയൊക്കെ അനുസരിച്ച് പെട്ടെന്ന് എക്സാം വരാം. അപ്പോൾ അതിലോട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അല്ലെ, സിവിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർ അല്ലെങ്കിൽ മെക്കാനിക്കൽ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ KW ഗ്രേഡ് 1 മെക്കാനിക്കൽ ക്ലാസ്സസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ബാച്ച് ലൈവ് ബാച്ചാണ്. ഓൺലൈൻ ഫുൾ ക്ലാസ്സുകളും ലൈവ് ആയിരിക്കും. ലൈവ് ബാച്ച് ഈ വരുന്ന ഓഗസ്റ്റ് 18 ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 1,999 മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ സിവിലിന്റെ ഒരുപാട് എക്സാംസുകൾക്ക് സിവിൽ എഞ്ചിനീയർ സിവിൽ കഴിഞ്ഞവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഓവർസിയർ എക്സാംസുകളൊക്കെ ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ കുറേ സിവിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി മെക്കാനിക്കൽ ആ സിവിൽ വേറെ രീതിയിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞൊരു ഫീസിൽ നമ്മൾ 50 മാർക്ക് മെക്കാനിക്കലാണ്. അതുപോലെ ഈ ഒരു KW ഗ്രേഡ് 1 ഇതുവരെ ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം 150-അടുത്ത ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അടുത്ത തവണ നമുക്ക് നല്ല രീതിയിൽ തന്നെ വേക്കൻസി എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 18 തുടങ്ങുന്ന ഈ മെക്കാനിക്കൽ ബാച്ചിൽ 50 മാർക്ക് മെക്കും 50 സിവിലും ആണ്. 50 മാർക്കിന്റെ കംപ്ലീറ്റ് മെക്ക് ടോപ്പിക്കുകളും ലൈവ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കാര്യങ്ങൾ വളരെ ബേസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നു. അതിന്റെ എക്സാംസുകൾ നമ്മൾ ടോപ്പിക് ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ആയിട്ട് ആ 50 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെക്കാനിക്കൽ ബാച്ചിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 1-2 അവർ, കാരണം നമുക്ക് 50 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ അത്രയും കുറച്ച് ക്ലാസ്സുകളാണ് വരുന്നത്. 1-2 അവർ പെർ ഡേ നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. അതുപോലെ തന്നെ വീക്കിലി ഒരു 4-5 ദിവസമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ സെയിം ടോപ്പിക്കുകൾ തന്നെ നമുക്ക് വരാൻ പോകുന്ന ചില എക്സാംസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. KW അടക്കം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ടോപ്പിക്കുകൾ കുറച്ച് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലൈവ് ആയിരിക്കും. ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് മാക്സിമം നിങ്ങൾ ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് കവർ ചെയ്യാൻ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് നോക്കാൻ ഒരു മെൻറ്റർ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ടെസ്റ്റുകളും റിവിഷൻ ടെസ്റ്റുകളൊക്കെ എന്തായിരിക്കും ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1,999 ആണ്. അപ്പോൾ ഈ ഒരു 50 മാർക്കിൻ്റെ ക്ലാസ്സിന് അല്ലേ, നമുക്കൊരു 10-250 അവർ വേണം. ഇത്രയും ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ ഫീസിൽ വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആണോ എനിക്കറിയില്ല. എന്തായാലും വളരെ കുറഞ്ഞ ഫീസിലാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ ക്വാളിറ്റിയിലൊന്നും ഒരു പേടിയും വേണ്ട. നല്ല ടോപ്പ് ക്വാളിറ്റി മെക്കാനിക്കൽ ക്ലാസ്സുകളായിരിക്കും വരുന്നത്. സോ അപ്പോൾ അതുപോലെ തന്നെ കുറേ ആളുകൾ ഇതിൽ മെക്കും കൂടെ പഠിക്കണ്ടേ എന്ന് കരുതി, ഇവിടെ മെക്കും കൂടെ പഠിച്ചാലും നഷ്ടമൊന്നും നമുക്ക് വരുന്നില്ല. കാരണം എന്താണ്, കഴിഞ്ഞ തവണ നല്ല രീതിയിൽ അഡ്വൈസ് പോയതാണ്. ഈ ഒരു വർഷവും നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവുകൾ വേക്കൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നല്ലൊരു പോസ്റ്റാണ് അല്ലേ, ഡിപ്ലോമ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്ലൈ ചെയ്യാത്തവരും സിവില് അതുപോലെ തന്നെ മെക്കാനിക്കലില് ഡിപ്ലോമയും ബിടെക്കും കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ ഇനി സെപ്റ്റംബർ 2 വരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഉടനെ എന്ത് ചെയ്യുക, അടുത്ത ടാബ് തുറന്നിട്ട് എന്ത് ചെയ്തോ, നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തോ, ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ബാച്ചുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ 8139888011 എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സുകൾ എടുക്കാൻ ഞാനൊക്കെ ഉണ്ടാവും മെക്കാനിക്കലിലെ ക്ലാസ്സുകളിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആ ബാച്ചുകളിൽ കാണാം. സോ അപ്പോൾ എല്ലാവർക്കും ഈ വരുന്ന KW ഗ്രേഡ് 1 എക്സാമിന്റെ പ്രിപ്പറേഷനും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ, നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.